പ്രതിസന്ധിയിൽ നിന്നും കരകയറാതെ താരസംഘടന അമ്മ. മുതിർന്ന താരമായ മല്ലിക സുകുമാരന്റെ പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയിലെ ആശാരവിന്ദ് രാജിവെച്ചത് സംഘടനയ്ക്ക് ആഘാതമായി. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അമ്മ ഭാരവാഹികൾ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയരായ കമ്മിറ്റിയിലെ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുതെന്ന അമ്മയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡന്റായിരുന്ന സമിതിയിലെ ഡോക്ടർ റോണിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ മാസം 29-ന് ശ്വേതയും ലക്ഷ്മിപ്രിയയും ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് വിവരം. അഡ്ഹോക് കമ്മിറ്റി പ്രവർത്തനം തുടങ്ങും മുൻപ് കൂടുതൽ വെളിപ്പെടുത്തലിനാണ് സാധ്യത. അതിനിടെ നടി അൻസിബയെ പിന്തുണച്ച് സംവിധായകൻ കമൽ രംഗത്തെത്തി. അൻസിബയെ കേൾക്കാൻ തയ്യാറാകണമെന്നും ആരോപണം ഗൗരവമായി പരിഗണിക്കണമെന്നും കമൽ പ്രതികരിച്ചു. അമ്മയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രശ്നമാണ്. അത് നമ്മളെ ചെറിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. ഒന്ന്, അൻസിബ എന്ന് പറയുന്ന കുട്ടി അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് അവർ തീവ്രവാദിയാണ്, ജിഹാദിയാണ് എന്നുള്ള ഒരു പ്രസ്താവന പത്രമാധ്യമങ്ങളിലൊക്കെ കാണുകയുണ്ടായി. അത് എന്നെ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അത് മലയാള സിനിമയിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടെങ്കിൽ, അതൊരു സംഘടനയുടെ അകത്തുനിന്ന് അതിന്റെ ഭാരവാഹികളുടെ അടുത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. അത് ഒരു സാമൂഹ്യ പ്രശ്നമാണ്. അതൊരു സംഘടനയുടെ ആഭ്യന്തര കാര്യമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല. എനിക്കതിനെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അടുത്ത കാലത്തായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മൊത്തം കേരളീയ സമൂഹത്തിൽ ഏത് രീതിയിലാണ് സംഘപരിവാർ സംഘടനകളും അതിന്റെ ആശയങ്ങളുമൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നതെന്ന് നമുക്കറിയാം. ഒളിഞ്ഞും തെളിഞ്ഞും മലയാള സിനിമയിലും അതിൻ്റെതായ അനുരണനങ്ങൾ പല രീതിയിലുണ്ട് എന്നുള്ളതാണ് സത്യം. അമ്മയിലെ പ്രശ്നം അംഗങ്ങളുടെ ഈഗോ ക്ലാഷ് മൂലമെന്ന് നടൻ ദേവൻ പ്രതികരിച്ചു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞില്ലെന്നും ദേവൻ പറഞ്ഞു. അവിടെ നടന്ന സംഭവങ്ങൾ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. നടക്കാൻ ഇതുവരെ 32 വർഷമായിട്ട് നമ്മൾ ഞാൻ ആദ്യം മുതൽ ഒരു ഫൗണ്ടർ മെമ്പേഴ്സിലൊക്കെ പെട്ട ആൾക്കാരാണ് ഞാൻ പറയും. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ക്വാറൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അത് അമ്മയുടെ ദോഷമായിട്ടല്ല നമ്മൾ കാണുന്നത്, എക്സിക്യൂട്ടീവിന്റെ പ്രശ്നമാണ്. അമ്മയെ ഞങ്ങളൊക്കെ കൂടി എലക്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോ കോംപ്ലക്സസ്, അവരുടെ പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റ് ആണത്. അതിന്റെ ചീത്തപ്പേര് വരുന്ന അമ്മയ്ക്കാണല്ലോ. അപ്പൊ അവരുടെ ആവശ്യമില്ലാത്തൊരു ചീപ്പ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലുള്ള ഇതില്ല, ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാകുമല്ലോ. അത് വളരെ ദുഃഖത്തോടു കൂടി ഞങ്ങളൊക്കെ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കേണ്ടി വന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, നടൻ ദേവൻ പ്രതികരിച്ചതുപോലെ ഒരു പരിധിവരെ ഒരു ഈഗോ ക്ലാഷാണ് ഈ അമ്മയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നതൊരു വസ്തുതയാണ്. പക്ഷെ നമുക്കറിയാം, ഈ ഒരു പ്രശ്നം തുടങ്ങിയത് മുതൽ ഇതിങ്ങനെ വഷളാകേണ്ടതായിരുന്നില്ല. അമ്മ നേതൃത്വം തന്നെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു. ഒടുവിൽ കൂട്ടരാജി വരെ ഉണ്ടാകുന്നു, നാണക്കേടുണ്ടാകുന്നു. പക്ഷെ ഇവിടെ തുടക്കം മുതൽ ഈ അൻസിബ ഒറ്റപ്പെട്ടൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ അൻസിബയ്ക്ക് പിന്തുണയുമായി, അല്ലെങ്കിൽ അൻസിബയെയും കേൾക്കണമെന്ന ഒരു നിലപാടുമായി കമലിനെ പോലുള്ള ആളുകൾ രംഗത്തെത്തുമ്പോൾ ഒരു പരിധിവരെ അതൊരു ഗൗരവമായി കാണേണ്ട വിഷയം തന്നെയല്ലേ? പ്രത്യേകിച്ചും RSSന്റെ ഇടപെടലുകളൊക്കെ ഇത്തരം സംഘടനകളിലൊക്കെ ഉണ്ടാകുന്നു എന്ന ഒരു വിമർശനം കൂടി കമൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ടോം, അത് പ്രധാനമായും കമൽ എന്ന് പറയുന്ന പ്രശസ്തനായ സംവിധായകൻ, കേരളത്തിൽ അത്രയധികം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംവിധായകൻ എന്ന നിലയിൽ കമൽ പറയുന്നത് കേൾക്കണം. അത് കേരളം കേൾക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കമൽ നമ്മളോട്, മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്ന് വ്യക്തമാകുന്നത് തന്നെ അൻസിബയെ കേൾക്കണമെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അതിൽ മതം കടന്നു വരുന്നുണ്ട്. സിനിമയെ സംബന്ധിച്ചിട്ടും ഒരു സെക്യുലർ മനോഭാവമാണ് എക്കാലവും സിനിമ വെച്ച് പുലർത്തിയിട്ടുള്ളതിൽ. RSS അജണ്ട കടന്നുകൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു സംഘപരിവാർ അജണ്ട കടന്നുകൂടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അത് അമ്മ എന്ന് പറയുന്ന സംഘടന അതീവ സീരിയസ് ആയി അത്രയധികം പ്രാധാന്യം നൽകി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമായിരുന്നു അത് അൻസിബയെ കേൾക്കാതെ പോകരുത് എന്ന് തന്നെയാണ് കമൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം തന്നെ അല്പം മുമ്പ് നമുക്കറിയാം, അമ്മയുടെ അംഗമായിരുന്ന സ്ഥാപക അംഗം കൂടിയായിരുന്ന ദേവൻ നമ്മളോട് പ്രതികരിച്ചത് അല്പം മുൻപ്. അതായത് അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു നാടൻ കെട്ട സാഹചര്യത്തിലേക്ക് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അത് സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ തല്ലാണ്. അതല്ലെങ്കിൽ അതിനിടയിൽ അൻസിബയെ കേൾക്കാൻ അവർക്ക് സമയമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അൻസിബയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയമുണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു പ്രശ്നം വന്നപ്പോൾ അത് സംഘടനയ്ക്കകത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം അത് അങ്ങനെ പരിഹരിക്കാതെ അത് പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോയി. അത് ഒരു കൂട്ടരാജിയിലേക്ക് കൂടി പോകുന്നു. അങ്ങേയറ്റം അൺഫോർച്ചുനേറ്റ് ആയിട്ട് സംഭവിച്ചതാണ്. മുൻപൊരിക്കലും അമ്മയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടരാജിയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും വഴിവെക്കുന്നത് ആണ് ദേവൻ പറഞ്ഞത്. എന്തായാലും അമ്മയിലെ കൂട്ടരാജി അതുമായി ബന്ധപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി രൂപപ്പെടുന്ന അഡ്ഹോക് കമ്മിറ്റിക്ക് ഇപ്പോൾ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റി ആണെങ്കിൽ പോലും പിഷാരടി, ഇടവേള ബാബു, ദിനേശ് പണിക്കർ തുടങ്ങിയ ആളുകൾ നേതൃനിരയിലേക്ക് എത്തിയാൽ അത് കുറച്ചുകൂടി അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് അല്പം മുമ്പ് ദേവൻ പറഞ്ഞു വെച്ചത്. എന്തായാലും പ്രതിഷേധമുണ്ട്, പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് അമ്മയിലെ സ്ത്രീകളെ സംഘടനയുടെ ആ തലക്കെത്തിച്ചതല്ല പ്രശ്നം എന്നും അവരെടുത്ത് പറയുന്നുണ്ട്. അതായത് സ്ത്രീകൾ ഭരിക്കട്ടെ, അല്ല സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിക്കട്ടെ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സ്ത്രീകൾ തന്നെ നേതൃനിരയിലേക്ക് വരുന്നതും അതിനായി എല്ലാവരും ചേർന്ന് സ്ത്രീകളെ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ്. പക്ഷേ അത് സ്ത്രീകളുടെ പ്രശ്നമായിട്ട് അല്ല അത് കണക്കാക്കേണ്ടുന്നത്. അത് അമ്മയിലെ സംഘടനാ പ്രശ്നവും അതല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ക്ലേഷും അത് ഈഗോ ക്ലാഷാണ്. അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു സംഘടന തന്നെ ഇപ്പോൾ കൂട്ടത്തോടെ, അതിൽ സംഘടനയിലെ അംഗങ്ങൾ തന്നെ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ കൂട്ടത്തോടെ രാജിവെക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഇത് അമ്മയുടെ ഈ കഴിഞ്ഞ 30 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വലിയ നാണക്കേടാണ് ടോം സൂചിപ്പിച്ചതുപോലെ സംഘടന ഉണ്ടാക്കിയെന്നുള്ള റീഡിംഗ് ആണ്, അങ്ങനത്തെ ഒരു വിമർശനമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും അത് മാത്രമല്ല, അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ള രമേശ് പിഷാരടി നേതൃത്വത്തിലാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്തത്. ഡോക്ടർ റോണി അതിലുണ്ട്, നേരത്തെ കമ്മിറ്റി അംഗമായിരുന്ന റോണി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ഈ എല്ലാ മാസവും അമ്മ നൽകുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, സഞ്ജീവനി ഉൾപ്പെടെയുള്ള ചികിത്സാ ധനസഹായങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിലാണ് ഡോക്ടർ റോണിയും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്നെ വലിയ വിമർശനങ്ങളാണ് സംവിധായകൻ കമൽ അല്ലെങ്കിൽ നടൻ ദേവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സിനിമാ പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വരുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇത് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് താരസംഘടനയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ രാജിവെക്കുന്ന സാഹചര്യം. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ അമ്മ നേതൃത്വത്തിന് കഴിയാത്തൊരവസ്ഥ. ആരോപണവിധേയരായ കമ്മിറ്റിയിൽ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുതെന്ന് അമ്മയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡൻ്റായ സമിതിയിൽ ഡോക്ടർ റോണി ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ലക്ഷ്മിപ്രിയയും ശ്വേതാമേനോനും ഈ മാസം 26-ന് മാധ്യമങ്ങളെ കണ്ടേക്കും ചില തുറന്നു പറച്ചിലുകൾ, വെളിപ്പെടുത്തലുകൾ നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.